friends, welcome to Kichu'z Kitchen. അപ്പോൾ എല്ലാവർക്കും Kichu'z Kitchenലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് കുറേ പേര് KFC Style Chicken എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് KFC Style Chicken ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. ഇവിടെ ഞാൻ വീട്ടിൽ മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനൊക്കെ കൊടുത്തപ്പോൾ ഹസ്ബൻഡിനൊക്കെ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എൻ്റെ അടുത്ത് പറയണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ ഉണ്ടാക്കാന്നുള്ളത്. നമുക്കിനി KFC സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 16 ലെഗ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ലെമൺ അങ്ങനെ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. അങ്ങനെ വെച്ചാലാണ് ഇതിൽ നന്നായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ലെമൺ ജ്യൂസൊക്കെ നന്നായിട്ട് ഇത് ചിക്കനിൽ പിടിച്ചു വരുള്ളൂ. അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഓവർനൈറ്റ് വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് പുറത്തേക്ക് എടുത്തു. ഇനി ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി കാണിച്ചു തരാം. നമുക്കപ്പോൾ KFC സ്റ്റൈൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിനൊരു കോട്ടിംഗ് വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓട്സിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്പൈസി ബ്രെഡ് ക്രംസ് ആണ്. നോർമൽ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ജീരകത്തിന്റെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പം ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ കോട്ടിങ്ങിന് വേണ്ടതൊക്കെ. പിന്നെ ഞാനിവിടെ ഒരു 4 മുട്ട പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ് ഇതിനെ കോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള 2 ചിക്കൻ എങ്ങനെ നമുക്ക് എടുത്തിടാം. ഇതിനെ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാത്തിനും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെ എല്ലാം ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടാണ്. ഇപ്പോൾ നമ്മളവിടെ ഒരു കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ മുട്ടയിൽ മുക്കിയിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനെ സെക്കൻഡ് കോട്ടിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഈ മുട്ടയുടെ ഇതിൽ മുക്കിയെടുക്കാം. നമ്മൾ മുട്ടയിലിട്ട് മിക്സ് ചെയ്തെടുത്ത ചിക്കനെ ഞാൻ ഈ പൊടിയിലിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഈ സെക്കൻഡ് കോട്ടിങ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാത്തിനെയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത അതേ സെയിം ഓയിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒരു ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് KFC സ്റ്റൈൽ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് 100% നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന KFCയുടെ ടേസ്റ്റ് അല്ല. കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അവർ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ കുറച്ചും കൂടി അവർക്ക് ഉള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കുമല്ലോ. നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു KFC കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ KFC ചിക്കനും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ അടുത്ത് പറയാം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വേറൊരു കലക്കിൻ എപ്പിസോഡായിട്ട് വരാം.